എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ് പല്ല്. ഒരു 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളുകൾക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. അപ്പൂപ്പൻ അമ്മൂമ്മമാർക്കൊക്കെ പല്ലിന് കുഴപ്പമുണ്ടായിരുന്നു, ഇളകുന്നുണ്ടെങ്കിൽ ഇതുപോലെ പല്ല് പറിച്ച് കളയലും ഉണ്ടായിരുന്നില്ല. ഡെൻറ്റിസ്റ്റുകൾ നാട്ടിലുണ്ടായിരുന്നില്ല. എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പല്ലിങ്ങനെ ഇളകുന്നുണ്ട്, അവിടെ വിട്ട് ചവക്കാൻ പറ്റുകയില്ല, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ പല്ല് അവിടെ ഇരുന്നിട്ടൊരു കുഴപ്പമുണ്ടായില്ല അവർക്കാർക്കും. ഇപ്പോഴത്തെ ഡോക്ടർമാർ പറയും ഉടനെ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും, ഇളകുന്ന സമയത്ത് തന്നെ വലിച്ചു പറിച്ച് കളയും. ഞാനൊരു പാർട്ടിയോട് പറഞ്ഞു, ഇളകുന്ന പല്ല് ഒന്ന് അമർത്തി മുകളിലേക്ക് കുറച്ച് നേരം പിടിച്ച് വെക്കുക, ലേശം വേദന ഉണ്ടാകുന്നാലും സഹിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞു 1-2 ആഴ്ച അതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പല്ല് ഉറച്ചു. ഒന്ന്. രണ്ടാമത്തേത് മോണയുടെ ചോര വരലും ബ്ലീഡിങ്ങും മോണ പഴുപ്പാണ് പലരുടെയും നല്ല പല്ല് പോലും പോകാനിടയാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പരിഹാരം എന്നുള്ളത് വയറ് നേരെയാകുക എന്നുള്ളതാണ്. പല്ലിനും മോണയ്ക്കും വരുന്ന തകരാറുകൾ വയറിൻ്റെ തകരാറിൽ നിന്ന് തന്നെയാണ്. ചില മരുന്നുകൾ പല്ല് കളയാറുണ്ട്, പല്ലിനെ നശിപ്പിക്കുന്ന മരുന്നുകളുണ്ട്. അതും അതിനു മുമ്പ് തന്നെ വയറിനെ മോശമാക്കിയിരിക്കും. അപ്പോൾ പല്ലിൻ്റെ പ്രയാസം പല്ലിനാണ്, കണ്ണിനാണ്, ചെവിക്കാണ്, തലച്ചോറിനാണെന്നൊക്കെ പറഞ്ഞാലും പാർക്കിൻസൺസ് എന്താണെങ്കിലും അതിൻ്റെ കാരണം ഗട്ടാണ്. ഗട്ട് മൈക്രോബ്സിൻ്റെ തകരാറുകളാണ്. വയറ് തന്നെയാണ് അവിടെയും അടിസ്ഥാനമായിട്ട് വരുന്നത്. ഇപ്പോൾ പല്ലിലെ ഇനാമൽ പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. കുട്ടികൾക്ക് പല്ല് പോയാൽ വരും, പക്ഷേ വലുതായി കഴിഞ്ഞാൽ പോകുന്ന പല്ലുകൾ പിന്നെ തിരിച്ചു വരുന്നില്ല. പല്ലിൻ്റെ ഇനാമൽ പോയാൽ തിരിച്ചു വരില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ് നമ്മുടെ പല്ല്. അപ്പോൾ ചെറിയൊരു പ്രയാസം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകും. ഡെൻറ്റിസ്റ്റ് ആവട്ടെ അടുത്ത പണി അവിടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇതുവരെ കണ്ടുവരുന്ന അനുഭവം. ഇത്രയും കാലവും പല്ലിനുണ്ടാകുന്ന വലിയൊരു പ്രയാസം പല്ലിന് ദ്വാരം വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് അടപ്പിക്കും. അത് അടച്ചില്ല എങ്കിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കയറിയിരുന്ന് അത് കൂടുതൽ മോശമാകും. പല്ലടയ്ക്കാൻ ഏത് മെറ്റീരിയൽ വേണം ഡെൻറ്റിസ്റ്റ് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്കറിയില്ല എന്തുകൊണ്ട് അടയ്ക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താ ഉള്ളത്. അപ്പോൾ പറയും ഇങ്ങനെ സിൽവർ അമാൽഗം ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്, ഗ്ലാസ് ഐനോമർ ഉണ്ട്, ഏത് വേണമെന്ന് നമ്മൾ ചോദിച്ച് നമ്മളാണ് തിരഞ്ഞെടുത്തതെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞാലേ നമുക്കൊരു ചോയ്സ് ഉള്ളൂ. അപ്പോൾ പറയും അത് സിൽവർ അമാൽഗം ആണെങ്കിൽ ഉറപ്പ് കൂടുതലുണ്ട്, കാശ് കുറവാണ്. അപ്പോൾ നമ്മളെന്ത് പറയും? കാശ് കുറവാണ്, നല്ല ഉറപ്പുമുണ്ട്, അത് മതി എന്ന് പറയും. അത് വെച്ച് അടച്ചു തരും. നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങും. സിൽവർ അമാൽഗം എന്ന് പറഞ്ഞ ആ വെള്ളി കൊണ്ട് അടയ്ക്കുന്നതിന് മെർക്കുറി ഉണ്ട്. മെർക്കുറി ഉണ്ട്, ടിന്ന്, ലെഡ്, കോപ്പർ, സിൽവർ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ സിൽവർ അമാൽഗം എന്ന് പറഞ്ഞ് പല്ലടയ്ക്കുന്ന കോമ്പൗണ്ട്. ഒരു മരത്തെ കൊണ്ടുപോയി മെർക്കുറി കുത്തിവെച്ചാൽ എന്ത് പറ്റും? മരം കരിഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിൽ മെർക്കുറിയുടെ അംശം കയറിയിരുന്നാലോ പെടലി വേദന, കൈവക്കാനുള്ള പ്രയാസം, വയറിനെപ്പോഴും അസ്വസ്ഥത, ശരിയായിട്ടുള്ളൊരു സുഖം, ദഹനം, ശോധന ഉണ്ടാവില്ല. പതുക്കെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഫൈബ്രോയിഡ്, സിസ്റ്റ്, യൂട്രസിലെ പ്രോബ്ലം, ഓവറി പ്രോബ്ലംസ്, പീരീഡ്സിൽ വേദന, ആർത്രൈറ്റിസ്, പിന്നെ കണ്ണിൻ്റെ കാഴ്ച കുറയുക. 4-5 പല്ലുകളൊക്കെ അടച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ട്, സ്റ്റീലും ഉണ്ട്. അതൊരു 10-20 കൊല്ലം ആകുമ്പോൾ ക്യാൻസറിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിർബന്ധമായിട്ട് ക്യാൻസർ വരുമെന്നല്ല പറയുന്നത്, അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ ധാരാളം ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട്. വാ തുറന്ന് നോക്കുമ്പോൾ മിക്കവാറും 5, 6, 8 പല്ലുമൊക്കെ സ്റ്റീല്
ഈ സ്റ്റീലിൻ്റെ തൊപ്പിയിടും, മെറ്റൽ ക്രൗൺ വയ്ക്കും. ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ വായയിൽ മെർക്കുറിയോ മറ്റേതെങ്കിലും ലോഹമോ കയറിയിരിക്കാൻ പാടില്ല. വേണമെങ്കിൽ സ്വർണത്തിൻ്റെതാവാം, സ്വർണ്ണപ്പല്ല് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്റ്റീലിൻ്റെ പുറകിൽ സ്റ്റീലുള്ളത് ഇത് വയ്ക്കാറുണ്ട്, ക്യാപ്പിടുമ്പോൾ സ്റ്റീലിൻ്റെ ഇടാറുണ്ട്. അതെല്ലാം ആപത്തുണ്ടാക്കുന്നതാണ്. പിന്നെ പല്ല് റൂട്ട് കനാൽ ചെയ്യും. ഈ പല്ലിൻ്റെ വേര് മുറിച്ച് അവിടെ GP ഗട്ടപ്പച്ച വെച്ച്. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജീവനില്ലാത്തൊരു ഭാഗം, ഒരു ശവം ഇരിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ബാക്ടീരിയ അവിടെ വളരെ കൂടുതലായിട്ടിരിക്കുക. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ശരീരത്തിനില്ല. ശരീരത്തിൽ ബാക്ടീരിയ ഉണ്ട്. 37.2 ട്രില്യൺ മനുഷ്യകോശങ്ങളും 39 ട്രില്യൺ ബാക്ടീരിയകളുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ ബാക്ടീരിയകൾ അമിതമായി പെരുകുന്നതിനെയും അത് അപകടകാരിയായി പാത്തോളജിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നതിനെയും തടയാൻ, കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ബാക്ടീരിയയും നമുക്ക് അപകടം ഉണ്ടാക്കില്ല, ഒരു വൈറസും നമുക്ക് അപകടം ഉണ്ടാക്കില്ല. അതിനെയെല്ലാം നിൽക്കേണ്ടടുത്ത് നിർത്താൻ, മര്യാദക്ക് നിർത്താനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. അതേസമയം ശരീരം എവിടെയെങ്കിലും സർക്കുലേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വേണമെങ്കിൽ അവയ്ക്ക് പെരുകാം. അതിൻ്റെ കൺട്രോളിങ് സിസ്റ്റമൊക്കെ പോയി. തെറ്റായ അസിഡിറ്റിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അവിടങ്ങളിലൊക്കെയാണ്, അഴുക്ക് കെട്ടുന്നിടത്താണ് അണുക്കൾ പെരുകുന്നതും. ശുദ്ധമായ ഒരു സ്ഥലത്ത് ഈച്ചയും പ്രാണിയും പാറ്റയൊന്നും വരുന്നില്ല. പക്ഷെ അടുക്കളയിൽ വരും. അടുക്കളയും പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ കീടങ്ങളുടെ പ്രയാസം ഇല്ല. അപ്പോൾ നമ്മുടെ ശരീരം ശുദ്ധമാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ബാക്ടീരിയ എന്നൊക്കെ അവർ പറയുമ്പോൾ, അണു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വൈറസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം നമ്മുടെ ശരീരം ക്ലീനായിട്ട് വയ്ക്കണം. ശരീരം ക്ലീനല്ല എങ്കിൽ വേണ്ടാത്തത് പലതുമൊക്കെ വരും. അവർ വന്നില്ലെങ്കിൽ പോലും ഡേർട്ടിയായ ബ്ലഡുള്ള, ഡേർട്ടി ബ്ലഡ് ആൻഡ് ഫ്ലഷ് ഉള്ള, ഡേർട്ടി ഫ്ലൂയിഡ്സ് ഉള്ള, ഡേർട്ടി ഹോർമോൺസ് ഉള്ള ഒരു ശരീരത്തിന് വേറെ എന്തെങ്കിലും കുഴപ്പം വരണോ? വെടിയും വെക്കണം, ടോന്നും പറയണമെന്ന് ചോദിക്കുന്നത് പോലെ ശരീരം അശുദ്ധമായാൽ, രക്തമജ്ജ മാംസാദികൾ ദുഷിച്ചു പോയാൽ, അതുപോലെ ഒരു ശരീരത്തിൻ്റെ ഗതികേടിന് നിങ്ങളീ പറയുന്ന രോഗങ്ങളെന്ന് പറയുന്നതെല്ലാം ഒന്നിനു പുറകെ ഒന്നായും കൂട്ടമായും വന്ന് കയറാൻ, അല്ലെങ്കിൽ അങ്ങനെ ഭവിക്കാൻ ഒരണുവിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? നമ്മുടെ രക്തം അതിനൊരു pH ഒരളവുണ്ട്, HBക്ക് ഒരളവുണ്ട്. അത് മാറുന്ന രീതിയിൽ താളം തെറ്റിയാൽ ആ താളപ്പിഴ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളുടെ താളപ്പിഴയ്ക്ക് കാരണമാകും. നല്ല രക്തം പാൻക്രിയാസിൽ ചെന്ന് നല്ല ഇൻസുലിനായി വരണം. ഹാർട്ടിൻ്റെ കേട് ഹാർട്ട് വരുത്തുന്നതല്ല. ഹാർട്ടിൽ ബ്ലോക്ക് വന്നു, അത് ഹാർട്ടിൻ്റെ കുഴപ്പമാണ്. നിങ്ങളുടെ പമ്പ് ബ്ലോക്കായി, പമ്പിരുന്ന് ബ്ലോക്കാക്കിയതാ. ദുഷിച്ച വെള്ളം, കരളുള്ള മാലിന്യങ്ങളുള്ള വെള്ളം പമ്പിൽ കയറിയാൽ പമ്പ് ബ്ലോക്കാവും. അതിനെന്താ ചികിത്സ? പമ്പിനിട്ട് കുത്തിക്കീറിയിട്ട് കാര്യമുണ്ടോ? പമ്പ് കീറി മുറിച്ചു, മാലിന്യം എടുത്ത് കളഞ്ഞു, പിന്നെ ആ വെള്ളം തന്നെ പമ്പ് ചെയ്തു, എന്തു പറ്റും? പിന്നെയും ബ്ലോക്കാവും. ഹാർട്ടിൻ്റെ ബ്ലോക്കിന് ചികിത്സയ്ക്ക് നടക്കുന്ന ആർക്കെങ്കിലും രക്തം ശുദ്ധിയാവാനുള്ള വഴികൾ അവർ പറഞ്ഞു കൊടുക്കണുണ്ടോ? രക്തം ശുദ്ധിയാക്കാൻ വല്ല മരുന്നും ഉണ്ടോ? ഒരു മരുന്നുമില്ല. രക്തം നേർപ്പിക്കാനുള്ള മരുന്നുണ്ട്. രക്തം നേർപ്പിക്കുമ്പോൾ എന്ത് പറ്റും? മുറിവുണ്ടായാൽ ബ്ലീഡ് ചെയ്ത് ചത്തുപോകും. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൾ ചത്തുപോകും. ചാവേണ്ട ഒരു കാര്യമില്ലാത്ത മനുഷ്യനാണ്. പിന്നെന്താ കുഴപ്പം? ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, മൂത്രം കൊടുക്കൂടാ, ഇതെല്ലാം നേർപ്പിച്ച് വെച്ചേക്കുകയാണ്. തലച്ചോറിലേക്ക് എത്തുന്ന ബ്ലഡിൻ്റെ ആ ബ്ലഡ് നേർത്തു പോയാൽ എന്ത് പറ്റും? തലച്ചോറിന് വേണ്ട പോഷകം കിട്ടുമോ? നേർത്ത ബ്ലഡിൽ വേണ്ടത്ര പ്രോട്ടീനിൻ്റെ അംശം ഉണ്ടാകുമോ? അമിനോ ആസിഡുകൾ ഉണ്ടാകുമോ? കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് ഉണ്ടാകുമോ?
ബ്രെയിനിന് വേണ്ടത് നേർപ്പിച്ച് കളഞ്ഞു. നേർത്തതാണ്, എന്നാൽ കുറേ കൂടുതൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് ബ്രെയിനിന് വെക്കാൻ പറ്റുമോ? എടുക്കാവുന്ന ബ്ലഡിന് അവിടെ ലിമിറ്റേഷനുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം ക്ലീനായിരിക്കുക, ഹാർട്ടിന് തകരാറ് വരില്ല, ബ്ലോക്ക് വരില്ല, നമുക്ക് പാർക്കിൻസൺസ് പോലെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, നാഡീഞരമ്പുള്ള പ്രശ്നങ്ങൾ വരില്ല, കിഡ്നി പ്രോബ്ലം വരില്ല, ഫാറ്റി ലിവർ വരില്ല. അപ്പോൾ തകരാറ് എവിടെയാണ്? നമ്മൾ ക്ലീൻ അല്ല എന്നുള്ളതിലാണ്, ആന്തരികമായ ശുദ്ധിയില്ല എന്നുള്ളതിലാണ്. അപ്പോൾ ഇൻറ്റേർണലായിട്ട് ശുദ്ധമായിരിക്കുന്ന രക്തമജ്ജ മാംസാദികൾ അതുണ്ടാവാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അവയവ പ്രയാസങ്ങൾ, അത് പല്ലിൻ്റേതായാലും മോണയുടേതായാലും നാക്കിൻ്റേതായാലും ഏത് അവയവത്തിൻ്റേതാണെങ്കിലും അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ശരീരം വൃത്തിയായിരിക്കുക, ഉള്ളു ശുദ്ധമായിരിക്കുക, രക്തമജ്ജ മാംസാദികൾ ക്ലീനായിരിക്കുക എന്നുള്ളതാണ്, പെർഫെക്റ്റ് ആയിരിക്കുക. ഒരു മനുഷ്യൻ്റെ രക്തമജ്ജ മാംസാദികൾ എങ്ങനെയായിരിക്കണോ അങ്ങനെ ആയിരിക്കുക എന്നുള്ളതാണ്.